തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കുകയാണ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലാണ് നാളെ പോളിംഗ്. നിശബ്ദ പ്രചാരണ ദിനവും വോട്ടുറപ്പിക്കുകയാണ് മുന്നണികൾ. കണ്ണൂരിൽ നിന്നും ഫെലിക്സും മലപ്പുറത്ത് നിന്ന് അരുൺ അമൃതനാഥുമുണ്ട്. ആദ്യം ഫെലിക്സിലേക്കാണ്. ഫെലിക്സ്, നാളെയാണ് നടക്കാൻ പോകുന്നത്. നാളെയാണ് വോട്ടെടുപ്പെങ്കിലും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എല്ലാ വോട്ടും അവസാന വട്ടവും ആളുകളോട് വോട്ടുറപ്പിക്കുക, എല്ലാവരോടും വോട്ട് ചോദിച്ചോ എന്ന് ഉറപ്പിക്കുക എന്നുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെയും മുന്നണികളെയും സംബന്ധിച്ചിടത്തോളം അത് ഓരോ സ്ഥാനാർത്ഥിക്കും എളുപ്പമാണെങ്കിലും മുന്നണിക്ക് കുറച്ച് അധിക പണി കൂടിയാണ് എല്ലാവരുടെയും വോട്ട് ഉറപ്പിക്കുന്ന കാര്യം. പ്രത്യേകിച്ച് ഈ 3 വോട്ടുകൾ ഉണ്ടാകുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് കണ്ണൂരിൽ ഇപ്പോൾ ഈ നിശബ്ദ പ്രചാരണം എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഈ ഘട്ടത്തിൽ എത്രമാത്രം ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ? കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചുകൂടി ശക്തമാണ് പോരാട്ടം എന്ന് പറയാം. എതിരാളികളില്ലാതെ അല്ലെങ്കിൽ ഏകപക്ഷീയമായി വിജയിച്ചുകൊണ്ടിരുന്ന സീറ്റുകളുടെ എണ്ണം 18 ആണെങ്കിൽ ഇത്തവണ അത് 14 അപ്പോൾ 14 ഇടങ്ങളിൽ LDF ഇതിനോടകം തന്നെ വിജയിച്ച ഒരു ജില്ല കൂടിയാണ് കണ്ണൂർ എന്നതാണ്. ഏതായാലും നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിനം പരമാവധി ആളുകളെ നേരിൽ കണ്ട് വോട്ട് ഉറപ്പിക്കുക എന്നതാണ്. പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. വ്യക്തികളെ നോക്കി ആളുകൾ വോട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തങ്ങളുടെ പാർട്ടിക്ക് തന്നെ തങ്ങളുടെ പാർട്ടിക്കൊപ്പം വോട്ടുകളെ ഉറപ്പിച്ച് നിർത്താനുള്ള ശ്രമം തന്നെയാണ് മുന്നണികളൊക്കെ തന്നെ നടത്തുന്നത്. ഒപ്പം തന്നെ ക്രമസമാധാന പ്രശ്നത്തിനേറെ സാധ്യതയുള്ള ജില്ല എന്ന നിലയ്ക്ക് അതുകൂടി പരിഗണിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ 1025 പ്രശ്നബാധ ബൂത്തുകളുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നബാധ ബൂത്തുകളുള്ള ജില്ലയാണ്. ആ 1025 ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് ഉണ്ടാകും. ഒപ്പം തന്നെ അധിക സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പറയുന്ന 1025 പുറത്തും ചില ബൂത്തുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് സ്ഥാനാർത്ഥികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം, വീഡിയോ എടുക്കണം എന്ന നിർദ്ദേശമടക്കം നൽകിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇടതുകോട്ട, കണ്ണൂർ ജില്ല മുഴുവൻ നമ്മൾ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. പക്ഷേ കണ്ണൂർ കോർപ്പറേഷൻ അത് UDFനൊപ്പമാണ്. കഴിഞ്ഞ തവണ 33 സീറ്റുകളാണ് UDFന് ലഭിച്ചത്. 19 എടുത്താണ് LDFന് വിജയിക്കാനായത്. ഇത്തവണ ഈ പറയുന്ന കോർപ്പറേഷൻ തിരിച്ചു പിടിക്കും എന്ന് LDF അവകാശപ്പെടുന്നു. പക്ഷേ നിലനിർത്തുമെന്നതാണ് UDFൻ്റെ പ്രധാനപ്പെട്ട ആത്മവിശ്വാസമായുള്ളത്. ഒപ്പം തന്നെ എതിരാളികളില്ലാതെ, അതായത് LDF ഒറ്റയ്ക്ക് മുഴുവൻ സീറ്റിലും 10 പഞ്ചായത്തുകളിൽ കണ്ണൂരിൽ ഭരിക്കുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ട് അതാണ് ഇടതിൻ്റെ കോട്ട എന്നൊരു പക്ഷേ കണ്ണൂരെ വിശേഷിപ്പിക്കാൻ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഈ 10 ഇടങ്ങളിൽ ഇത്തവണ ഒരിടത്തെങ്കിലും അല്ലെങ്കിൽ അവിടെയൊക്കെ അക്കൗണ്ട് തുറക്കും എന്നതാണ് ഇപ്പോൾ UDFൻ്റെ അവകാശവാദം പ്രധാനമായും ഉള്ളത്. ബ്ലോക്ക് പഞ്ചായത്തുകൾ എടുത്താൽ ആകെ 11 എണ്ണത്തിൽ 10 ഇടത്തും LDF ആണ് ഭരിക്കുന്നത്. ഒപ്പം പഞ്ചായത്തുകൾ, കണ്ണൂർ ജില്ലയിൽ ആകെ 71 പഞ്ചായത്തുകളുണ്ട്. ആ 71-ൽ 56 ഇടത്തും LDF ആണ് ഭരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് LDFന് വലിയ രീതിയിലുള്ള പ്രാമുഖ്യമുള്ള അല്ലെങ്കിൽ അവർക്ക് മേൽക്കൈയുള്ള ഒരു ജില്ല കൂടിയാണ് കണ്ണൂർ. അവിടെ ഏതായാലും ശക്തമായ പോരാട്ടം നടത്താൻ കഴിയുമെന്ന് UDF ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ധാരാളമുള്ളൊരു ജില്ലയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുണ്ട്, ഒപ്പം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, EP ജയരാജൻ, PK ശ്രീമതി, KK ശൈലജ. പക്ഷേ മട്ടന്നൂരിൽ നഗരസഭയിലേക്ക് തെരഞ്ഞെടുപ്പില്ല. അതിപ്പോൾ 2 വർഷത്തിന് ശേഷമാണ് ഉണ്ടാവുക. അതുകൊണ്ട് KK ശൈലജയ്ക്ക് ഇത്തവണ വോട്ടുണ്ടാവില്ല. ഒപ്പം തന്നെ MV ഗോവിന്ദൻ്റെ വാർഡ് ആന്തൂർ നഗരസഭയിലെ മൊറാഴയാണ്. മൊറാഴയിൽ എതിരാളിയില്ലാതെ LDF സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയും MV ഗോവിന്ദനും ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടുണ്ടാകില്ല. K സുധാകരൻ, കണ്ണൂർ കോർപ്പറേഷനിലാണ്, K സുധാകരന് വോട്ടുണ്ടാകും. അങ്ങനെ നാളെ രാവിലെ തന്നെ പ്രമുഖ മുന്നണികളെ നേതാക്കളൊക്കെ തന്നെ വോട്ട് രേഖപ്പെടുത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ 8:30 തന്നെയാകും വോട്ട് രേഖപ്പെടുത്തുക. ഏതായാലും സജ്ജീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയാണ്. അതിനപ്പുറത്തേക്ക് ബൂത്ത് പിടുത്തമടക്കം അല്ലെങ്കിൽ സംഘർഷമടക്കം സാധ്യതയേറെയുള്ള കണ്ണൂർ ജില്ല ആയതുകൊണ്ട് സുരക്ഷയും ശക്തമാക്കി. ശരി, തീർച്ചയായിട്ടും അതിന് ഫെലിക്സ് സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകൾ ഉള്ളത് നാളെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലാണ്. 1000-ലധികം പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. ഒപ്പം തന്നെ കണ്ണൂരിൽ പറയും പോലെ ഇടതുകോട്ടയാണെന്നൊക്കെ കണ്ണൂരിനെ പൊതുവെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ പിടിച്ചെടുക്കാനുള്ള വലിയ ശ്രമം ഇത്തവണയും LDFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നുണ്ട്. എന്തായാലും ആ കടുത്ത പോരാട്ടം തന്നെ കണ്ണൂരിലും പ്രതീക്ഷിക്കുകയാണ്. ഇനി നമുക്ക് അരുണിലേക്ക് പോകാം. മലപ്പുറത്ത് നിന്ന് അരുൺ അമൃതനാഥ് ചേരുന്നുണ്ട്. അരുൺ, ഇവിടെ നാളെ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന് പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നലെ നടന്നിട്ടുള്ള ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം വരുമ്പോൾ അത് കോവിഡ് കാലത്തേക്കാൾ കുറവാണ് ആ പോളിംഗ് ശതമാനം എന്നുള്ളത്. അത് ഇവിടെയുള്ള ആളുകൾ തെക്ക് തുടങ്ങി അതിനെ കണക്കൊക്കെ കൂട്ടി തുടങ്ങുന്നുണ്ടെങ്കിലും വടക്കുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ പോളിംഗ് ശതമാനത്തിൽ നിന്നും പോളിംഗ് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ അല്ലെങ്കിൽ അതിലധികം ഉറപ്പിക്കാനുള്ള ശ്രമമായിരിക്കണം ഒരുപക്ഷെ ഇന്ന് ഈ ദിവസം നടക്കുന്നുണ്ടാവുക, അല്ലേ?
പക്ഷേ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ലയാണ് മലപ്പുറം. അപ്പോൾ അത്തരത്തിൽ കൂട്ടിയും കിഴിച്ചുമുള്ള കണക്കുകൂട്ടൽ തന്നെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. ഇന്നുൾപ്പെടെ നമ്മൾ നേതാക്കളുടെ പ്രതികരണത്തിലേക്ക് പോയപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് കുറവാണ് എന്ന് പറഞ്ഞപ്പോൾ ഇരുവർക്കും അവകാശവാദങ്ങളുണ്ട്. പാണക്കാട് തങ്ങളൊക്കെ പറഞ്ഞത് ഞങ്ങളുടേതായ കേന്ദ്രങ്ങളിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതിലും അത്ര ആശങ്കയില്ല, കാരണം ഞങ്ങളുടെ കേന്ദ്രങ്ങളെല്ലാം ഞങ്ങൾക്ക് പോളിംഗ് കൂട്ടാൻ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതാത് മേഖലകളിൽ കൃത്യമായി വോട്ട് പോൾ ചെയ്യപ്പെട്ടു എന്നൊരു വിശ്വാസമുണ്ട് എന്നുള്ളത് ഉൾപ്പെടെയാണ്. അപ്പോൾ കഴിഞ്ഞ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനമൊക്കെ ഈ വടക്കൻ മേഖലകളിലെ നേതാക്കളും നേതൃത്വവും ഒക്കെ വിലയിരുത്തുന്നുണ്ട്. അതിനായി തന്നെ പരമാവധി ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഉണ്ടാവും. ഓരോ വോട്ടും തുടക്കത്തിൽ അക്ഷയ സൂചിപ്പിച്ചതുപോലെ തന്നെ ചോരാതെ നോക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെ ആയിരിക്കും എന്തായാലും ഈ മുന്നണികൾക്കും നേതൃത്വത്തിനും ഒക്കെ ഉണ്ടാകുക. ഞാൻ പറഞ്ഞ മലപ്പുറത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി UDF ഒരു ചിത്രത്തിൽ തന്നെ വ്യക്തമായൊരു ആധിപത്യം അവകാശപ്പെടാൻ സാധിക്കുന്നതാണ് മലപ്പുറത്തെ കണക്കുകൾ എന്നുള്ളത്. അതായത് ആകെയുള്ള 12 നഗരസഭകളിൽ 9 UDF-നൊപ്പമാണ്, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 15-ൽ 12 UDF-നൊപ്പമാണ്, 94 പഞ്ചായത്തുകളിൽ 70 UDF-നൊപ്പമാണ്. അത്തരത്തിൽ കൃത്യമായ ഒരു ആധിപത്യം UDF-ന് ജില്ലയിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത്തവണ അത് മാറ്റിമറിക്കാനാകുമെന്ന ചില രാഷ്ട്രീയ കണക്കൂട്ടൽ തന്നെയാണ് ഇടതുമുന്നണി മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാവുന്ന അവകാശവാദം LDF-നുമുണ്ട്. അത്തരത്തിൽ കൂട്ടിയും കഴിച്ചുള്ള കണക്കുകൾ ഈ മണിക്കൂറിലും തുടരുക തന്നെയാണ്. അപ്പോൾ മലപ്പുറത്തിന്റെ ചിത്രം എന്തായാലും വ്യക്തമാകുമ്പോൾ കൂടുതൽ ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് മുന്നണികളുടെ ലക്ഷ്യം. വോട്ടർമാരുള്ള ജില്ല കൂടിയാണ്. എന്തായാലും അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ 2020 ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമമായിരിക്കും UDF-ന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുക. അതേസമയത്ത് തന്നെ 2020 തുടരും, അതിലും ശക്തമാകുമെന്നുള്ള നീക്കങ്ങൾ LDF നടത്തിക്കൊണ്ടിരിക്കുന്നു. BJP-യുടെ ഒരു വളർച്ച ഉണ്ടാകും ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ അധികം എന്നുള്ള അവകാശവാദമാണ് അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. അതേസമയത്ത് ഇന്നലെ നടന്ന ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ 70.91% പോളിംഗ്. കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയത് എറണാകുളത്തും കുറവ് പത്തനംതിട്ടയിലുമാണെന്നുള്ളതാണ്. AK സ്റ്റെഫിൻ വിവരങ്ങൾ നൽകും. സ്റ്റെഫിൻ, ഈ പോളിംഗ് കുറയുന്ന വടക്കാട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നാളെ ആ പോളിംഗ് കൂട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടക്കും. പക്ഷേ ഇവിടെ കുറഞ്ഞു വന്ന പോളിംഗ് അത് കോവിഡ് കാലത്തേക്കാൾ കുറവാണ് എന്നുള്ളത് വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ട് പോളിംഗ് കുറയുന്നു എന്നുള്ളത് അത് ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഗൗരവതരമായിട്ടുള്ള വിഷയത്തിനപ്പുറത്തേക്ക് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശങ്കയേറ്റു നോക്കിയായിരിക്കുന്ന വിഷയമാണ്. ഏത് തലത്തിലാണ് ഓരോ മുന്നണികളും ഈ കുറഞ്ഞ പോളിംഗിനെ നോക്കിക്കാണുന്നത്? പക്ഷേ പോളിംഗ് കുറഞ്ഞെങ്കിൽ പോലും വിജയസാധ്യതയ്ക്ക് ഒരു കോട്ടവും ഇല്ല എന്നുള്ളത് തന്നെയാണ് LDF-ഉം UDF-ഉം എല്ലാം തന്നെ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ചും തെക്കൻ ജില്ലകൾ നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം, കൊല്ലം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ LDF-ന്, CPM-ന്, CPI-ക്ക് എല്ലാം തന്നെ വലിയ മേൽക്കൈയുള്ള സ്വാധീനമുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് UDF-ഉം പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ മത്സരം പല സ്ഥലങ്ങളിലും കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതീക്ഷ. അവർ പറയുന്ന നേരത്തെ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട് പറഞ്ഞ സീറ്റുകളുടെ എണ്ണത്തിനപ്പുറത്തേക്ക് ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെട്ട് വരും എന്നുള്ളത് തന്നെയാണ് UDF കണക്കൂട്ടുന്നത്. BJP-ക്ക് ഒരു പക്ഷേ തിരുവനന്തപുരത്ത് അധികാരത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെക്കാളിലും കൂടുതൽ ഒരു മെച്ചപ്പെട്ട രീതിയിലേക്ക് വളരാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ LDF-നെ സംബന്ധിച്ചിടത്തോളം ഈ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് വാർഡ് വിഭജനം അല്ലെങ്കിൽ പുതിയ വാർഡുകളുടെ ആ ഒരു കൂട്ടിച്ചേർക്കലുകൾ അതെല്ലാം ഗുണം ചെയ്തിട്ടുണ്ട് എന്നൊരു കണക്കൂട്ടൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കഴക്കൂട്ടം അല്ലെങ്കിൽ വഞ്ചൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വട്ടിയൂർക്കാവിൻ്റെതായിട്ടുള്ള ഏരിയകളിൽ വരുന്ന സ്ഥലങ്ങളിലെല്ലാം സീറ്റുകൾ കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിയും. BJP-യുടെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും എല്ലാം സീറ്റുകൾ പിടിച്ചെടുക്കാൻ CPM-നും കഴിയുമെന്ന് അവരും കണക്കൂട്ടുന്നു. ഇന്ന് വൈകിട്ടോടുകൂടി അതിൻ്റെ കണക്കുകളെല്ലാം ഏതായാലും ലഭ്യമാകും. നാളെ വടക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഈ തെക്ക് ഈ മറ്റ് ജില്ലകളിലെല്ലാം തന്നെ അതിൻ്റെ ഒരു വിശകലനം LDF-ൻ്റെ CPM-ൻ്റെ എല്ലാം ഭാഗത്തു നിന്നുണ്ടാകും. പ്രത്യേകിച്ചും കോർപ്പറേഷൻ നോക്കിക്കഴിഞ്ഞാൽ കൊല്ലത്ത് മറ്റ് വ്യത്യാസങ്ങളൊന്നും തന്നെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. അതുതന്നെയാണ് പാർട്ടി നേതൃത്വങ്ങളും ഏതായാലും കണക്കൂട്ടുന്നത്. പരാജയത്തിനപ്പുറത്തേക്ക് മറ്റൊരു വെല്ലുവിളി LDF-ഉം UDF-ഉം ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് അവസാനിച്ച ജില്ലകളിൽ നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന സമയത്ത് നേരിടുന്നുണ്ട്. കാരണം മുന്നണിക്കുള്ളിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് LDF-ലുമുണ്ട്, UDF-ലുമുണ്ട്. കാരണം LDF-നെ സംബന്ധിച്ചിടത്തോളം ഈ സമീപകാലത്ത് ഉണ്ടായ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൽ CPM-ൻ്റെ ഒരു നേതാവ് ജയിലിൽ കിടക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഒപ്പം തന്നെ UDF-നെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ പ്രതിസന്ധി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അത് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ UDF ഒരു പ്രതീതി കൊണ്ടുവന്നിരുന്നു.